നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എന്തായി കുഞ്ഞുവാവയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു വന്ന് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അല്ലട്ടോടെ മേടിക്കുന്നത് പല പല സ്ഥലങ്ങളിൽ പലപ്പോഴായി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുന്നത് ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അനിയൻ്റെ മോൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെയും കുറേ നല്ല ഐറ്റംസ് കണ്ടപ്പോഴത്തേനും അതെല്ലാം നമ്മൾ മേടിച്ചു. എവിടെ ചെന്നാലും നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞിനുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു 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 ഇതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ കുഞ്ഞിനുള്ള സാധനങ്ങൾ ഓരോ വർഷം കഴിഞ്ഞാലും ഓരോരോ പ്രോഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്നക്കുട്ടിക്കും ജോക്കുട്ടനും ഒക്കെ ആ സമയത്ത് ഇല്ലാതിരുന്ന കുറേ വേറെ സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു, അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. ആ ചേച്ചിമാരായിട്ടൊക്കെ നല്ല കൂട്ടായി. അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ നേരപ്പോഴേക്കും എൻ്റെ കാലൊരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ തോപ്പുംപൊടി സിതാരയിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചത്. ക്രിസ്മസിന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രസ്സുകൾ അനിയൻ്റെ മോൾക്ക് മേടിച്ച ഡ്രസ്സ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ അവിടുത്തെ പുൽക്കൂടൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അവനാണെങ്കിൽ കൈയാണെങ്കിൽ അങ്ങ് തണുപ്പിച്ചിട്ട് എൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് വെക്കുക.